വരേണ്ടത് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഗൈസ്, അമ്മയുടെ ഓഫീസിലെ ആൾക്കാര്, എല്ലാ ആൾക്കാരുണ്ടോ, കുറെ പേരും എന്താ പറയുക, നമ്മുടെ വീട് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരികയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ മാമല കണ്ടത്തിലോട്ട് പോകുവാണ്. അപ്പൊ ഇതിനേക്കാളും മുന്നേ നമ്മൾ ഇരുങ്ങോൾക്കാവിലോട്ടാണ് പോകണത്. ഗൈസ്, നമ്മൾ ഇപ്പം കാവിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ചെറുപ്പത്തിൽ പോയിട്ടുള്ളതേ ഉള്ളൂ, പിന്നെ ഞാൻ അങ്ങനെ പോയിട്ടില്ല. അതുകൊണ്ട് ചെറുപ്പം മീൻസ് ഒരു 2-3 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക്. അപ്പൊ നമുക്ക് അധികം എന്താ പറയുക, ഇങ്ങനെ എന്തൊക്കെ ഉണ്ടെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ കാവിൻ്റെ അവിടെ എത്തി. പിന്നെ നമ്മൾ അങ്ങോട്ട് നടക്കുവാണ്. കാര്യം അവർക്ക് നമ്മളെ കാണണമല്ലോ. ആക്ച്വലി ഗൈസ്, ഭാഗ്യത്തിന് നമുക്ക് നല്ല വെതറായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് വീഡിയോസ് എടുത്തു. പിന്നെ ഇതാണ് അമ്മ പഠിച്ച സ്കൂള്. പിന്നെ അവർ വന്നു. പിന്നെ ഇവരൊക്കെയാണ് ഗൈസ് അമ്മേൻ്റെ കൂട്ടുകാർ. പിന്നെ ഞാൻ അടുത്ത ക്ലിപ്പിൽ എന്താ പറയുക, ഇച്ചിരി കൂടി സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇച്ചിരി ലെങ്ത്ത് കൂടും. അപ്പം നമ്മൾ വേറൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഇവർ നമ്മുടെ വീട് കാണാനാണ് വന്നത്. പിന്നെ നമ്മൾ കാവിൻ്റെ അകത്ത് എത്തി. അപ്പോൾ ഗൈസ്, ഇതാണ് അവിടുത്തെ അമ്പലംകുളം. പിന്നെ ഈ ഒരു സ്റ്റേജിലാണ് പ്രോഗ്രാമൊക്കെ നടക്കുന്നത്. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിൽ അവിടെയാണ് നിന്നത്. പിന്നെ നമ്മളുടെ കൂടെയുള്ള ആൾക്കാർ അവിടെ പോയി തൊഴുതു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു കാട്ടിക്കൂടെയാണ് നമ്മൾ മനയിലോട്ട് പോണത്. ആക്ച്വലി ഗൈസ്, അട്ട ഉണ്ടായിരുന്നു. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് അട്ട ഉണ്ടായിരുന്നു. അട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ അട്ടയൊക്കെ ആയിരുന്നു ഗൈസ്. നമ്മളിതുവരെ ഞാനിതുവരെ കണ്ടിട്ടില്ല ഇതേപോലെ വലിയ അട്ട. ഞാനീ പേടിച്ച് പോയി. പേടിച്ച് മീൻസ് ഒരു അത്ഭുതമാണ് നമുക്ക്. പിന്നെ നമ്മൾ അത് വനമല്ല, കാവ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് നടന്നു മനയിലോട്ട്. ആക്ച്വലി ഞാൻ ഇരിങ്ങോൾ പാർക്ക് എന്നാണ് പറയുന്നത്. കാര്യം അവിടെ തൊട്ടടുത്ത് തന്നെ പാർക്കുണ്ട്. അപ്പോൾ നമ്മൾ മനേൻ്റെ അകത്ത് കയറി. പിന്നെ ഇവിടെ ഫോട്ടോസായി, വീഡിയോസായി. പിന്നെ എല്ലാവർക്കും എല്ലാവരും അല്ല, എനിക്കൊരു പുതുമയാണ് ഗൈസ്. കാര്യം ഞാൻ ഇതേപോലൊന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ അവിടെ ഓടി എല്ലാ വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ അതായിരുന്നു അടുക്കള. പിന്നെ പിന്നെ ഇതിന് നമ്മളെന്തോ പേര് പറയുന്നത് ഞാൻ മറന്നുപോയി ഗൈസ്. പിന്നെ ഇവിടെ താമസിച്ചിരുന്ന ആളുകൾ ലൈക്ക് ഫോട്ടോസും ഫ്രെയിമൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ്. അത് ഞാൻ ഇച്ചിരി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇവിടെ നമുക്ക് സേവ് ദ ഡേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ലൈക്ക് ഇവിടെ കുറേ ആൾക്ക് സേവ് ദ ഡേറ്റിനൊക്കെ വരാറുണ്ട്. പിന്നെ ഒരു റൂമുണ്ട്. ഇതൊരു റൂമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുക, മറന്നുപോയി. ഇതിൻ്റെ എന്താ പറയുക, നമ്മുടെ ഈ രത്നങ്ങളോ അങ്ങനെ എന്താണ് സൂക്ഷിച്ചേക്കുന്ന എന്തോ അലവറയോ അങ്ങനെ എങ്ങാണ്ടാണ്. അപ്പം അത് നമ്മൾ പോയി, അത് അവിടുത്തെ ചേട്ടനുണ്ട്. അപ്പം ചേട്ടൻ വന്ന് ഇങ്ങനെ പറഞ്ഞു തരും ഇതെന്തൊക്കെയാണെന്ന്. അപ്പം ഓൾറെഡി പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. പിന്നെ ഇത് മാൻഹോളാണെന്ന് തോന്നുന്നു. അപ്പം അത് ഞാൻ പോയി കണ്ടു. ഇത് ഭയങ്കര വലിയ കുഴിയാണ് കേട്ടോ. അപ്പം പിന്നെ ഇവിടെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയാണ് ഇപ്പം ഇവിടെ നിന്നിരിക്കുന്നത്. പിന്നെ എല്ലാവരും ഇരിക്കുന്നു. ഞങ്ങളിപ്പോൾ അവിടെ ഇരിക്കണത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അത് നമ്മൾ പുറത്തിറങ്ങി. പിന്നെ ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പൊട്ടത്തരങ്ങൾ പറയുന്നില്ല കേട്ടോ. പിന്നെ അതിന് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇച്ചിരി കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു ഗൈസ്. അപ്പം അവിടെ ഇതേപോലെ പരുന്തിൻ്റെ സ്റ്റാച്ചു, പിന്നെ കുറേ സ്റ്റാച്ചുകളൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഗൈസ്, പണ്ട് ഇത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കാട് പിടിച്ച് കിടക്കുകയൊന്നും ആയിരുന്നു. ഇത് ക്ലീനായിട്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്താ പറയുക, കാട് പിടിച്ച് പുല്ലൊക്കെ വളർന്ന് അങ്ങനെയായി. അതിന് പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോയി. അപ്പം ഇതാണ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങോട്ട് വന്നത്. ആക്ച്വലി വീട് കാണാനാണ് ഇവർ വന്നത്. പിന്നെ സ്നാക്സ്, ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ മാമലക്കണ്ടം കാണാൻ വേണ്ടി പോകുവാണ്. അപ്പോൾ ഇതൊരു ഇതൊരു പാലമാണ്. അപ്പം നമ്മൾ പാലം ക്രോസ് ചെയ്തിട്ട് അങ്ങനെ പോവാണ്. ലൈക്ക്
പിന്നെ നമ്മൾ അവിടുത്തെ ഒരു പാറപ്പുറത്ത് ലൈക്ക് ഒരു പാറ പോലത്തെ കുറേ പാറകളൊക്കെ ഉള്ള പിന്നെ വെള്ളമൊക്കെയുള്ള സ്ഥലത്ത് നമ്മൾ അവിടെ നിന്ന് കഴിച്ചു. അപ്പം നമ്മൾ അവിടെ നിന്നാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്നാണ് കഴിച്ചത്. അപ്പം ചോറും ചിക്കൻ കറിയും മോരും പിന്നെ എന്തോ ഒരു തോരൻ എന്തോ ഉണ്ടായിരുന്നു. പിന്നെ അച്ചാറായിരുന്നു തോന്നുന്നു. പിന്നെ അത്രയൊക്കെ പിന്നെ സാലഡ് അതൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ചിക്കൻ കറിയാണ് ഇച്ചിരി കൂടി ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മൾ അവിടെ ഒരു സ്കൂളുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്കൂളിലോട്ട് പോകുവാണ്. അത് നമ്മൾ മാമലക്കണ്ടം സ്കൂളിൽ നിന്നാണ് എല്ലാവരും പറയണത്. അപ്പം അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അപ്പേൻ്റെ തലയാണ് കാണണത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒന്നോടെയും കാണിച്ചു. പിന്നെ നമ്മൾ ഇത് അപ്പോൾ ഗൈസ് ഈ പാലത്തിൽ കയറിയപ്പോഴത്തേക്കും എനിക്ക് ഫസ്റ്റ് പേടിയുണ്ടായിരുന്നു. പേടിയല്ല, എനിക്കിത് പൊട്ടോ എന്ന് വീഴണം. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു പേടിക്കണ്ട, പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പോകുകയാണ്. പക്ഷെ നടുക്കെത്തിയപ്പോഴത്തേക്കും ചെറുതായിട്ട് കുലുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെ നമ്മൾ ഇച്ചിരി കൊണ്ട് നടന്ന് പുറത്ത് എത്തിയപ്പോഴത്തേക്ക് ഒരു ചായക്കട കണ്ടു. അവിടെ നമ്മൾ ചായ കുടിച്ചു. പിന്നെ നല്ല വേർതിരിക്കുമായിരുന്നു ഗൈസ്. പിന്നെ അവിടെ നമ്മൾ ഈ കുക്കുംബറും ക്യാരറ്റൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അവർ ബസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തിയിട്ട് പിന്നെ നമ്മളൊരു മാംഗോ ജ്യൂസ് കുടിച്ചു. അത് കഴിഞ്ഞ് ഇത് എൻ്റെ അമ്മേൻ്റെ ഫ്രണ്ട് തന്ന ഒരു ഗിഫ്റ്റാണ്. അപ്പം ഊഞ്ഞാൽ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.